ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇടയ്ക്ക് വെച്ച് മോസ്റ്റ് പോപ്പുലർ അല്ലെങ്കിൽ മോസ്റ്റ് വൈറലായിട്ടിരുന്ന രണ്ട് ഡിഷസാണ് കിഴി പൊറോട്ടയും കിഴി ബിരിയാണിയും. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? ഓൾറെഡി നമുക്ക് പൊറോട്ട എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ദം പൊറോട്ട ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടി ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പ്രഷർ കുക്കറിലോട്ട് കുറച്ച് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവ, ഏകദേശം 1 ടീസ്പൂണോളം ഉലുവ, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കറിവേപ്പിലയും, ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ബീഫിനെ നന്നായിട്ടൊന്ന് പുരട്ടുക. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ മസാലകളും നമ്മുടെ പച്ച വെളിച്ചെണ്ണയും ഒക്കെ നന്നായിട്ട് അതിലോട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇനി അതിനുശേഷം ഇതിലോട്ട് വെള്ളമോ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കുക്കർ അടച്ച് വെച്ച് നമ്മൾ ഈ ബീഫിനെ ഒരു 7 മിനിറ്റ് വേവിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ബീഫ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഓയിൽ മതി. അതിനുശേഷം നമുക്ക് ബീഫിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു പാടുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷ്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് ദം പൊറോട്ട. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം നല്ല ഫ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്കിതിനായിട്ട് ബാക്കി എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം വേണ്ടത് കുറച്ച് ഫ്രൈഡ് ഒനിയൻസ് ആണ്, പൊരിച്ച ഉള്ളിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കാഷ്യൂ, കിസ്മിസ് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം വേണ്ടത് മുട്ടക്കറിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും കറിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് മുട്ടക്കറി ആയിരിക്കും. പിന്നെ വേണ്ടത് പൊറോട്ടയാണ്. ഇത് ഹോം മെയ്ഡ് പൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം വേണ്ടത് ഇതുപോലൊരു മൺചട്ടിയാണ്. മൺചട്ടിയിൽ കുറച്ച് നെയ്യ് തടയി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വാഴയില. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതിലോട്ട് ഒരു 2 തവി മുട്ടക്കറി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് ഒരു 2 പൊറോട്ട, ഇത് മൊത്തം 6 പൊറോട്ട വരുന്ന, അതായത് 3 സെറ്റിൻ്റെ ഒരു ദമ്മാണ്. അപ്പോൾ ഫസ്റ്റ് 2 പൊറോട്ട ലെയർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലിലോട്ട് 2 മുട്ടയും കുറച്ച് ഗ്രേവിയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ മുട്ട ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്ത് വേണേലും വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും അതിൻ്റെ മേളിലോട്ട് 2 പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണിയിലൊക്കെ ദമ്മിടുന്നത് പോലെ തന്നെയാണ്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലോട്ട് കാഷ്യൂ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കിസ്മിസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അതായത് സെയിം നമ്മുടെ ബിരിയാണിയിൽ ദമ്മിടുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ബിരിയാണി ചോറിന് പകരം നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം പുതിന ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു തവി അല്ലെങ്കിൽ 1.5 തവിയോളം വീണ്ടും ആ ഗ്രേവി അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 2 സെറ്റ് പൊറോട്ട വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട്. അതിനുശേഷം വീണ്ടും ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം.
അതിൻ്റെ മുകളിൽ വരുന്ന ആ ലെയറിന് ഞാൻ മുട്ട ഒന്ന് ഡിവൈഡ് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. കാരണം കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അപ്പോഴത്തേക്കും. അതിനുശേഷം കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് എല്ലാം ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കാഷ്യൂവും കിസ്മിസും ചേർത്ത് കൊടുക്കുക. മല്ലിയില, പുതിനയില. അപ്പോൾ ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ കൂടെ ഇടുമ്പോഴാണ് പ്രത്യേക ഒരു മണം ഉണ്ടാവുന്നത് കേട്ടോ. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചട്ടിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നും ചെയ്യാനില്ല, നമുക്കതിനെ ദമ്മിട്ടെടുക്കാം. അപ്പോൾ ദമ്മിട്ടെടുക്കുന്നതിനായി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന വാഴയില കൊണ്ട് ചട്ടിയെ നന്നായിട്ട് മൂടി വെക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ദമ്മിട്ടെടുക്കുക. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയില ഒന്ന് തുറന്നു നോക്കാം. വാഴയിലയുടെ ഇടയിൽ കൂടെ ആവിയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. തുറന്നപ്പോൾ പുറത്തോട്ട് നല്ല ആവിയും പ്രത്യേക ഒരു മണവും ആ മുട്ടയുടെയും ബീഫിൻ്റെയും പൊരിച്ച ഉള്ളി, പുതിന, മല്ലിയുടെയൊക്കെ ഒരു പ്രത്യേക മണമാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നുണ്ടെന്നറിയാം. സോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത് തന്നെ ഉടനെ കാണാം. ബൈ ബൈ.